ഇതുപോലെ ജീസസ് ഇങ്ങനെ ജനിക്കുമ്പോൾ അവർ ഗുരുവാണ്. ബ്രഹ്മാവിൻ്റെ ആയിട്ട് ഭൂമിയിൽ വന്ന് പിറക്കണം. 2 ഗുരുമാരുണ്ട് നമുക്ക്, ദേവഗുരു, അസുരഗുരു. ദേവഗുരു ജീസസും അസുരഗുരു നബിയായിട്ടും വരും. ഒരു നക്ഷത്രത്തിനെ പിന്തുടർന്നിട്ടാണ് ജീസസ് ക്രൈസ്റ്റിനെ കണ്ടുപിടിച്ചതെന്നുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു റിസർച്ച് പേപ്പറും അത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു അതായത് ഇങ്ങനെ ഈ ഒരു ജീസസ് ക്രൈസ്റ്റിനെ കണ്ടുപിടിക്കുന്ന കാലത്തിന് മുന്നേ തന്നെ ജ്യോതിഷവും അതിൻ്റെ പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. എന്നു വെച്ചാൽ മഹാഭാരതമില്ലേ, അതിനകത്ത് ഇവർ നമ്മുടെ പാണ്ഡവരെല്ലാം വനവാസം പോകുമ്പോൾ വിതുരൻ എന്ന് പറയുന്നുണ്ട്, മെറ്റൽ കൊണ്ട് ചെയ്യാത്ത ആയുധങ്ങളും മനുഷ്യരെ കൊല്ലും, അവൻ്റെ പൊരുൾ നശിപ്പിക്കും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ മനുഷ്യരെ കൊല്ലുന്നതും ഉണ്ട്. പക്ഷേ അറിവാളി എന്ന് വെച്ചാൽ ബുദ്ധിയുള്ള വിദ്വാൻമാർ തൻ്റെ നക്ഷത്രത്തിൻ്റെ ദിശ കൊണ്ട് തനിക്കിട്ട് വരുന്ന കേടുകൾ അവൻ ഒഴിവാക്കും. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, വാനത്തിൽ സപ്തരിശി നക്ഷത്രങ്ങളെല്ലാം സിംഹം രാശിയില്ലേ, അതിനകത്താണ് സഞ്ചരിച്ചത് ആ കാലത്ത്. അതല്ലാതെ യുദ്ധത്തിന് നാൾ പറഞ്ഞു കൊടുത്തത് എന്നാണ് ആരംഭിക്കുന്ന സഹാദേവൻ പറഞ്ഞു കൊടുക്കും. ഈ നാൾ നീ ചെയ്യുവാണെങ്കിൽ നീ ജയിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ സഗുണീൻ്റെ ഫാമിലി മൊത്തമായിട്ട് നശിച്ചു പോകുന്നതും ഇതുകൊണ്ടാണ്. എങ്ങനെ പോകുന്നു വെച്ചാൽ അതിലൊരു കഥ പറയും. എന്ന് വെച്ചാൽ 2ാം താരമായിട്ട് കല്യാണം കഴിക്കുവാണെങ്കിൽ ധൃതരാഷ്ട്രൻ്റെ ഭാര്യ നിൽക്കും, അല്ലെങ്കിൽ അയാൾ മരിക്കും എന്ന് പറയും. അപ്പോൾ രണ്ടാമത് ഒരു ഇതുപോലെ വെച്ച് കല്യാണം പോലെ ഒരു വെച്ച് ചെയ്തിട്ട് കാന്താരിയെ കല്യാണം കഴിപ്പിച്ച് വയ്ക്കും. എന്നിട്ട് ഈ രാജ്യത്തിൽ രാജ്ഞിയായിട്ട് ഇരിക്കാൻ തകുതി അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, മഹാറാണിയായിട്ടിരിക്കാൻ. രണ്ടാമതുള്ളവർക്ക് ഇരിക്കാനുള്ള ഇതില്ല, യോഗ്യത ഇല്ലെന്ന് പറയുമ്പം ശകുനിൻ്റെ ഫാമിലി പിടിച്ച് ഭീഷ്മർ ജയിലിലിട്ട് ഒരു കവളം ചോറ് കൊടുക്കും എല്ലാവർക്കും. പക്ഷേ അവൻ്റെ അച്ഛൻ ശകുനിക്ക് മാത്രം കൊടുത്തിട്ട് മറ്റവർകളെല്ലാം പട്ടിണി കിടത്തി കൊല്ലും. ശകുനിയുടെ അവസാനം പറയും, എൻ്റെ ഈ കട്ടവിരലൊന്ന് മുറിച്ച് ഇതിലൊരു പകട ചെയ്ത് നീ എന്ത് യാചിക്കുന്നു അത് വരും, അതുകൊണ്ട് ഈ കുടുംബത്തെ നാശം ചെയ്യണം, ഇങ്ങനെ പറയും. ഇത് ഒരു കഥയാണ്. ഇതൊക്കെ ആദ്യം തന്നെ ഉള്ളതാണ്. ഇതുപോലെ 18 ഋഷികൾമാരുണ്ട് നമുക്ക്. പരാശരർ നമ്മുടെ ഇരിക്കുന്ന പരാശരരുടെയാണ്. ഈ പരാശരരുടെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ഭൂമിയെ ഭരിക്കുന്ന ഒരു ശാസ്ത്രം അയാൾ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ലോകത്തിൽ ഇരിക്കുന്ന എല്ലാ ഒളി എന്ന് വെച്ചാൽ വെളിച്ചം, ആ വെളിച്ചത്തെ 7 ആക്കി, 7 വെളിച്ചമാക്കി. ആ 7 വെളിച്ചത്തിന് 7 നാളാക്കി, 7 വെളിച്ചത്തിനെ ഒരു ദൈവമാക്കി. സൂര്യനെ ശിവനാക്കി, ചന്ദ്രനെ പാർവതിയാക്കി, ചൊവ്വായെ കുജനാക്കി, ബുധനെ വിഷ്ണുവാക്കി, വ്യാഴനെ വ്യാഴനാക്കി, അടുത്തത് അല്ല അതിനെ ഇപ്പോൾ ചേർത്താണ്. പക്ഷെ അതാണ് അല്ല എന്ന് പറഞ്ഞത് ഇസ്ലാമിയരുടെ ദൈവമാക്കി. ശനിയെ യഹോവയാക്കി, എന്ന് വെച്ചാൽ യൂതന്മാരുടെ ഇങ്ങനെ ആക്കി. ഇത് ഒരു വെച്ചിട്ട് എതിരൊളി എന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ. ഇത് രാഹു, എൻ്റെ ഷേഡോ ആണെങ്കിൽ കേതു. ഇങ്ങനെ 9 ആക്കി ഒരു ശാസ്ത്രം പിടിപ്പിച്ചു. ഇതിനൊരു കാലം കൊടുത്തു. സൂര്യനാണെങ്കിൽ 6 വർഷം, ചന്ദ്രനാണെങ്കിൽ 10 വർഷം, അടുത്ത കുജനാണെങ്കിൽ 7 വർഷം. ഇങ്ങനെ ഓരോരുക്കും ഒരു വർഷങ്ങൾ കൊടുത്ത് എല്ലാവർക്കും ഈ കാലത്തിലാണ് കാലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജനനം തുടങ്ങി. നമ്മൾ ഏത് കാലത്തിലാണ് രാഹുവിൻ്റെ കാലത്തിൽ ജനിക്കുകയാണെങ്കിൽ 3 നക്ഷത്രം ഉണ്ടാകും: തിരുവാതിര, സ്വാതി, ചതയം. ഈ കാലത്ത് രാഹു കാലമാണ് നമുക്ക് ആദ്യത്തെ ആരംഭം ചെയ്യുന്നത്. ഈ കാലം ഇങ്ങനെ ചുറ്റിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. വരുമ്പോൾ എല്ലാ ദൈവങ്ങളും ഭൂമിയിലെ അവതാരം ചെയ്യണം. സൂര്യൻ ഫസ്റ്റ്, ചന്ദ്രൻ സെക്കൻഡ്, ചൊവ്വ മൂന്നാമത്, സുബ്രഹ്മണി. വരുമ്പോൾ ഓരോ വിഷയങ്ങൾ നമുക്ക് ഭൂമിക്ക് ലഭ്യമാവും. ഓരോ അങ്ങനെ വന്നാണ് സുബ്രഹ്മണ്യൻ ഭൂമിയിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ജ്യോതിഷം കിട്ടിയത്. അവയാണ് ജ്യോതിഷം കൊടുത്തത്. അതിനു മുമ്പ് ഇതിന് ഫലമില്ലായിരുന്നു. ഫലം എന്ന് വെച്ചാൽ
സൂര്യൻ മാസം അറിയാം, വർഷങ്ങൾ അറിയാം. പക്ഷെ അതിൻ്റെ ഫലം എന്താണ് അത് നമുക്കറിയില്ല. ഈ ശാസ്ത്രത്തിൽ അഞ്ചാമത്തെ വരുന്നവനാണ് ഗുരു. അഞ്ചാമത്തെ വരുന്ന കാലത്ത് വാനത്ത് മീനരാശിയിൽ ഗുരുവും ശനിയും ഉദയമായിരുന്നു. ഒരു വർഷം ഉദയമായിരുന്നു. അപ്പോൾ ഈ ഒരു രാശിക്ക് ഒരു രാജ്യമുണ്ട്. ഇപ്പോൾ മീനരാശിയാണെങ്കിൽ റോമരാജ്യം. പക്ഷെ അത് രാജാവിൻ്റെ സ്പിരിച്വൽ രാജാവിൻ്റെ ഒരു രാശിയാണ്. അതിൻ്റെ നേരെ ആപ്പോസിറ്റ് രാശി കന്നിരാശിയാണ്. കന്നിയാണെങ്കിൽ ഇസ്രായേൽ ഭരിക്കുന്ന രാശി. അത് മാനമാണെങ്കിൽ ഇത് ഭൂമി രാശി. ഈ ഭൂമിയിൽ വരുവാണെങ്കിൽ ഈ ലോകത്ത് ഇസ്രായേൽ ഭരിക്കുന്ന രാശി കന്നി. അവിടെ ഉദയമാണെങ്കിൽ കന്യരാശിയിലായിരിക്കണം, വേറെ അങ്ങ് സാധ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇവിടെ തേടി അന്വേഷിച്ച് പോകുന്ന അവർ ഈ ജൂതന്മാരുടെ രാജാവായി അവർ ജനിക്കുമോ എന്ന് തീരുമാനിക്കും. നമ്മുടെ ശാസ്ത്രത്തിൽ എല്ലാം ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ രാശി ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ മേശരാശിയാണെങ്കിൽ വെച്ചാൽ മെസൊപ്പൊത്താമിയ, നാഗരികത്തിൻ്റെ തൊട്ടിൽ എന്ന് പറയും തമിഴ്. അത് ആദ്യം നമ്മൾ സിവിലൈസേഷൻ ഉണ്ടായ രാജ്യമാണ്. അതുപോലെ നമ്മൾ ലോകം ഉണ്ടാക്കിയതാണ്. അത് അതിൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ്. എന്നു വെച്ചാൽ മേശരാശിയാണ് എഞ്ചിനീയർ എന്ന് പറയും. ലോകത്ത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും എഞ്ചിനീയർ ഉണ്ടായിട്ടേ അതിൻ്റെ പുറകെ എല്ലാം വരത്തുള്ളൂ. അതാണ് ആ രാശി. അതുപോലെ അതുകൊണ്ടാണ് അത് നമുക്ക് തുടക്കം വച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മുടെ നബി ജനിക്കുവാണെങ്കിൽ അത് വൃശ്ചിക രാശിയാണ് അവരുടെ രാശി. ഓരോരുക്കും ഒരു രാശിയുണ്ട്. ഇതുപോലെ ജീസസ് ഇങ്ങനെ ജനിക്കുമ്പോൾ അവർ ഗുരുവാണ്. ബ്രഹ്മാവിൻ്റെ ആയിട്ട് ഭൂമിയിൽ വന്ന് പിറക്കണം. 2 ഗുരുമാരുണ്ട് നമുക്ക്, ദേവഗുരു, അസുരഗുരു. ദേവഗുരു ജീസസും അസുരഗുരു നബിയായിട്ടും വരും വാനശാസ്ത്രത്തിൽ. വാനശാസ്ത്രം ഒരു മെക്കാനിക്കാണ്. മെക്കാനിക് എന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങളും ഇവരുടെ ഒറ്റ കയ്യിലാണ്. അപ്പോൾ ജനങ്ങളാണെങ്കിൽ പിരിഞ്ഞിരിക്കും. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം ഇങ്ങനെ മാറി ഇരിക്കും. പക്ഷേ വാനശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഇവർ 7 പേരും ദൈവങ്ങളല്ല, ദൈവമാണ്. പക്ഷെ ആ ഏകദൈവമല്ലേ, അത് ഇവരല്ല, ഇവരുടെ മുകളിലാണ്. അവരാണ് പിത. അത് ആരാന്ന് വെച്ചാൽ അയാൾക്ക് 10 പിള്ളേരാണെങ്കിൽ 4 പിള്ളേർ നല്ലവരാണ്, 6 പിള്ളേർ കെട്ടവരാണ്. ഈ നല്ലവരെയും കെട്ടവരെയും സമമായിട്ട് നോക്കുന്നതാണ് പിത. പക്ഷെ ഇവർ അങ്ങനെയല്ല. അവർ നമ്മൾ ശത്രുവാണ്, ഇവർ കാഫിറാണ്, ഇവർ നമുക്ക് വേണ്ടപ്പെട്ടവരല്ല, നമ്മൾ ഇവനെ പള്ളിക്കകത്ത് കയറ്റരുത്, ഇവരെ അമ്പലത്തിൽ എടുക്കരുത്, ഇങ്ങനെയൊക്കെ പറയുന്ന ദൈവമാണ് ഇവർ 7 പേർ. ഇങ്ങനെ തന്നെ പറയാൻ പറ്റൂ. ഈ 7 ദൈവങ്ങളും ഇങ്ങനെ സൃഷ്ടി മുതൽ കൊണ്ട് ഇങ്ങനെയാണ് വച്ചിരിക്കുന്നതെന്നാണ് ശാസ്ത്രം. ഇതിനെ കടന്നിട്ടാണ് അസ്ട്രോളജിൻ്റെ പിതാ വേറെ, ഇതിൻ്റെ കൂട്ടത്ത് വരത്തില്ല. പക്ഷേ ഇവരാണ് ഭൂമിയിൽ ജനിക്കാൻ വരുന്നത്. ഇതൊരു വലിയ ഫോർമുലയാണ്. ഇത് എങ്ങനെ വരണം, എന്ത് ചെയ്യണം, ചെയ്തിട്ട് പോകണം. ഇവരെല്ലാവർക്കും സ്വർഗമുണ്ട്. ഇപ്പം സാർ പറയുന്ന അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡേൺ സൊസൈറ്റിയിൽ കുറേ വിഭാഗം ആൾക്കാർ ഏത്തിസ്റ്റ് ആയിട്ടുള്ളവരാണ്, വിശ്വാസമില്ലാത്തവരുമുണ്ട്, ദൈവവിശ്വാസമില്ലാത്തവരുമുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയല്ലാത്ത ഒരാൾ ഒരു സയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇതിന് സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം വരത്തില്ലേ? അങ്ങനെ വന്നാൽ എന്തായിരിക്കും അതിനുള്ളൊരു ഉത്തരം? ഇപ്പോൾ നമ്മൾ ലിറ്റ്മസിനകത്ത് ഇരിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായ ചോദ്യമാണ്. ഇപ്പോൾ ഇവർ ചോദിക്കും, രവിചന്ദ്രൻ ചോദിക്കും, ദൈവം തൻ്റെ പുത്രനെ മറ്റവരുടെ പാപത്തിന് വേണ്ടി കൊടുക്കുന്നു, അവൻ തിന്നാണോ? അങ്ങനെ തിന്നുവാണെങ്കിൽ വെറുതെ വിട്ടാൽ പോരെ? ഇങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ട്. പക്ഷേ വാനശാസ്ത്ര വിധിയുള്ള നക്ഷത്രങ്ങളല്ലേ, നക്ഷത്രങ്ങളാണ് നമ്മളെല്ലാവരും. നക്ഷത്രം എന്ന് വെച്ചാൽ കറണ്ട് ബോഡിയാണെങ്കിൽ ലൈറ്റ്, ഫാന്, ഇതെല്ലാം ഉണ്ടല്ലോ. ഒരു കറണ്ടിനകത്ത് എല്ലാം എടുക്കാം. ഇപ്പം ഞാൻ ഒരു ജന്മം എടുത്ത് ഇപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് ആയിട്ട് വന്നു, അത് പൊട്ടിപ്പോയ ശേഷം ഒരു ലൈറ്റ് കൊണ്ട് മാറ്റി ഇട്ട് അത് ഞാനല്ല, എനിക്ക് വേറെ ഒന്നാകണം, ഫാൻ ആകണം, അല്ല ഒരു കമ്പ്യൂട്ടർ ആകണം. ഇങ്ങനെ പല പിറവികളുണ്ട്. എന്താണ് ഇങ്ങനെ വയ്ക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ ഒരു മൂലയിൽ ഒരു ചെറിയ
ഒരു പുള്ള ഒരു കുത്താണ്. അൾട്ടിമേറ്റ്ലി എനർജി ഒന്നാണ്, ആ എനർജിയാണ് ഇതിനെല്ലാം ഊർജ്ജം കൊടുക്കുന്നത്. അപ്പം ഇപ്പം പറയുന്ന അനുസരിച്ച് നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ ജന്മങ്ങൾ മൃഗങ്ങളായിട്ടും മനുഷ്യരായിട്ടും എന്ന് നമ്മൾ ആദ്യം പറയാറുള്ളൂ. അപ്പം ഒരു വസ്തുവായിട്ട് വരെ ജനിക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. നമ്മളിപ്പോൾ ഒരു അടുത്ത ഒരു 2 ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നമ്മളൊരു ക്യാമറയായിട്ടോ ഒരു ലൈറ്റായിട്ടോ ഒരു ഇതെന്തായിട്ടും ജനിക്കാൻ പറ്റും. അപ്പോൾ ഒരു എനർജിയാണ് ബേസിക്. ഓർമ്മകൾ ഉണ്ടാവില്ല എന്നുള്ള, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ള, ഓർമ്മകൾ ഉണ്ടാവില്ല എന്നുള്ള ഒറ്റ ഒരു വ്യത്യാസം ഉണ്ടാവും. ഓർമ്മ ഉണ്ടാവത്തില്ല, ഏത് കാലത്തും ഓർമ്മ ഉണ്ടാവത്തില്ല. ഓർമ്മ ഇതിനകത്ത് ഇല്ല. ഇത് നമ്മളിപ്പോൾ ഈ ലൈറ്റെല്ലാം അണച്ച് നമ്മൾ ആരും ഇല്ല, 1-2 ദിവസമായി, നമ്മൾ എല്ലാം മറന്നുപോയി. പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഒരു കോൺഷ്യസ് ഉണ്ട്, ഞാനുണ്ട്. ഇതാണ് ആദ്യം. സെക്കൻഡ്, നമുക്ക് ഈ കോൺഷ്യസ് എപ്പോൾ വിട്ടുപോകും? നമ്മൾ ഉറങ്ങുമ്പോൾ വിട്ടുപോകും. ഇതാണ് ജീവൻ. ജീവൻ രണ്ടുമുണ്ട്, ഉറക്കമുണ്ട്, കോൺഷ്യസ് ഉണ്ട്. ഇത് ജീവൻ. അപ്പോൾ ഈ സ്വപ്നങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ഏതിലായിരിക്കും വരിക? കോൺഷ്യസിലും അല്ല, കോൺഷ്യസും അല്ല, ഉണർന്നും ഇരിക്കുകയല്ല. അപ്പോഴും നമ്മളൊരു റിയാലിറ്റി പോലെ നമ്മൾ ആ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പം അത് ഏത് ലെവലായിരിക്കും? നമ്മൾ ഉറങ്ങി വിളിച്ചിരിക്കുന്നല്ല, ഉറങ്ങും, കോൺഷ്യസ് ആവും. ആ സമയത്ത് നമുക്ക് ഉള്ളിലിരിക്കുക, ഒന്ന് ഉറങ്ങാതിരിക്കും, ഒന്ന് ഉറങ്ങാതിരിക്കുകയാണ്, ഒന്ന് ഉറങ്ങാതെ ഇരിക്കുകയാണ്. ഒരു അൺകോൺഷ്യസ് മൈൻഡ് പോലെ. 2 മൈൻഡ്. രണ്ടാമതിരിക്കുന്ന ഉറങ്ങിയും ഉറങ്ങാതും വിട്ട് വന്നാണ് ജീവൻ. അത് വിട്ട് വരുമ്പോൾ ഒന്ന് വിട്ട് ഇന്നൊന്ന് വരും, ഒന്ന് വിടുമ്പോൾ ഇന്നൊന്ന് വരും, ഒന്ന് വിടുമ്പോൾ ഇന്നൊന്ന്, അത് മറന്നു പോകും. കോൺഷ്യസ് കണ്ടിന്യൂറ്റി കോൺഷ്യസ് ഇറ്റ്സ് എ ഓംനിപൊട്ടൻറ്റ്, എല്ലായിടത്തും ഉണ്ടാവും അത്. പക്ഷെ അത് നമ്മളെപ്പോലെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഉണ്ടാവും, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ജീവനാണ് ചെയ്യുന്നത്. ഈ ജീവനല്ല, നമ്മളെല്ലാവരും ജീവനാണ്. നമ്മളെല്ലാവർക്കും 4 തലയാണ് ഈ ശാസ്ത്രത്തിൽ. 4 തല. ഒരു തല മനുഷ്യൻ്റെ തല, ഒന്ന് സിംഹത്തിൻ്റെ തല, ഒന്ന് എരുതിൻ്റെ തല, എരുതാണെങ്കിൽ കன்று കാളൻ്റെ തല, ഒന്ന് പരുന്തിൻ്റെ തല. 4 തല. ഇപ്പോൾ കാട്ടുജീവനുകളായിട്ട് നമ്മൾ ജീവിക്കാനുണ്ടെങ്കിൽ ഈ സിംഹത്തിൻ്റെ പുറകെ പോകും. പറവകളായിട്ട് നമ്മൾ ജന്മം എടുക്കുകയാണെങ്കിൽ കഴുകിൻ്റെ പുറകെ പോകും. നാട്ടുമൃഗങ്ങളാണെങ്കിൽ എരുതിൻ്റെ പുറകെ പോകും. മനുഷ്യൻ്റെ പല ജാതികളുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിലേ പോകും. നമ്മളുടെ കർമ്മ അനുസരിച്ച് പോകും. നമുക്ക് വേണ്ടത് അനുഭവമാണ്. അനുഭവം എന്താന്ന് വെച്ചാൽ, ഈ ഒരു ചെറിയ ഡാർക്ക് പാർട്ടിക്കിൾ, ഈ പാർട്ടിക്കിൾ ടോട്ടൽ വേൾഡ് മനസ്സിലാക്കണം. ഒരു നക്ഷത്രമാണ് ഈ ലോകത്ത്, ഒരു 13.20 ഡിഗ്രി. ഇതിനകത്ത് ഒരു നക്ഷത്രം കണക്കിടും, ഒരു അനുശം എന്ന് വെച്ചാൽ. ആ അനുശത്തിൻ്റെ ഉള്ളിൽ ലക്ഷം കോടി നക്ഷത്രങ്ങളുണ്ട്. അത് എല്ലാം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജനിക്കുന്നത്. ജനിച്ച് വന്ന് ഇത് എല്ലായിടത്തും നമ്മൾ പാസ്സാകണം. എല്ലായിടത്തും ഇരിക്കുന്ന നക്ഷത്രങ്ങളില്ലേ, അത് ഊടെ ചെന്നിട്ട് പുറത്താകണം, ഊടെ ചെല്ലണം, പുറത്താകണം, അതിനോട് പോകണം, പുറത്താകണം. ഇതാണ് പല ജന്മമാണ്, പുനർജന്മമല്ല. പുനർജന്മം വേറെ, പല ജന്മമെന്ന്. പല ജന്മം വെച്ചാൽ കുരങ്ങ്, കഴുത, കുതിര, ഇത് പലതല്ലേ. കുതിര തന്നെ വീണ്ടും അതല്ല, അങ്ങനെയൊക്കെ അല്ല. അപ്പം അത് പോസിബിളും അല്ല. ഒരാൾക്ക് ഇന്ന് ഒരു ജന്മത്തിൽ മനുഷ്യനെ ജനിച്ചു, അടുത്തൊരു ജന്മത്തിൽ മനുഷ്യനെ ജനിക്കാൻ പോസിബിൾ അല്ല. അല്ല, മനുഷ്യനായിട്ടിരിക്കുകയല്ല, വേറെ ഒന്നായിരിക്കും. ഇപ്പോൾ കുറഞ്ഞ അറിവാണെങ്കിൽ ഒരു 400 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് മികച്ച അറിവ് ഉണ്ടാവത്തില്ലേ. അത് ഒരു പൂർവ്വ മനുഷ്യരെല്ലാവരും കൂടി ഉണ്ടാക്കി ഉരുട്ടിയ ഒരു പന്താണ് കൾച്ചർ. നമ്മളെല്ലാവരും പറയുന്നത്, കണ്ടുപിടിക്കുന്നതെല്ലാം അതിന് അകത്തുണ്ടാകും. അത് ഉരുട്ടി പല 1000 വർഷമായിട്ട് ഉരുട്ടി കൊണ്ടുവന്നത്. ഇതിൽ ഇവരല്ലേ മൈത്രേയൻ്റെ കോൺസെപ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അയാള് അഭിജിത്ത് എന്നൊരു നക്ഷത്രത്തിൻ്റെ ഇതിൽ പിറന്നവരാണ്. ഞാൻ അവരുടെ ജാതകം നോക്കിയായിരുന്നു. അഭിജിത്ത് നക്ഷത്രത്തിൽ പിറന്നവർ ആരുടെ കസ്റ്റഡിയിലും ഇരിക്കത്തില്ല, ആർക്കും പേടിക്കത്തുമില്ല. ഈ ഉരുട്ടുന്ന ഈ കൾച്ചറില്ലേ, ഈ കൾച്ചർ ഡാമേജ് பண்ணுவர். ആ നക്ഷത്രം ആ കൾച്ചറിനെ ഫോളോ ചെയ്യത്തില്ല. ഇതെല്ലാം ഫോളോ ചെയ്യത്തില്ല. അത് ഒരു പക്ഷെ അയാള്
കൊള്ളാം. നമ്മൾ അതും നോക്കണം. അതും മാനത്ത് ഒരു നക്ഷത്രമല്ലേ, അതിൻ്റെ നോക്കം വേറെ ആയിരിക്കും, നോക്കുന്നത് വേറെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ വ്യത്യാസമായിരുന്നു. ഞാൻ 4 തലയെന്ന് പറഞ്ഞല്ലേ, ഈ 4 തലയെന്ന് പറഞ്ഞാൽ വെട്ടി കുറുക്കി ഒരു ഷേപ്പ് ആക്കണം. ഇതിനെ നമ്മൾ ആദ്യം ഇങ്ങനെയല്ല, ഇത് ഷേപ്പാക്കണം. അതെന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ കാലറ്റ, തലയറ്റ, ഉടലറ്റെന്ന് പറയും. ചൊവ്വയുടെ നക്ഷത്രങ്ങളെല്ലാം 2ആയി പോകും, വെട്ടി 2ആവും. സൂര്യൻ്റെ കാല് വെട്ടും, ഗുരുവിൻ്റെ തല വെട്ടും, ഇങ്ങനെ വെട്ടി പൊളിക്കും. നമ്മൾ ഇവർ ചോദിക്കും, ലിറ്റ്മസിൻ്റെ അല്ലേ, എന്തിനാണ് ഇത്ര കൊലകൾ, ഇത്ര യുദ്ധങ്ങൾ, ഇത്ര വയലൻസുകൾ, എന്തിനാണ്? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ? പക്ഷേ ഞാൻ ഒരു പരമപിതാ പറഞ്ഞില്ലേ, അയാൾ ഇതൊക്കെ ചെയ്യാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത് ഈ 9 പേരുടെ കയ്യിലാണ്. ഈ 9 പേരുടെ കയ്യിൽ കൊടുത്തത് കൊണ്ടാണ് വെട്ടി കുറുക്കി കൊല, മതത്തിൻ്റെ പ്രശ്നം. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ നല്ല മനുഷ്യരുണ്ട്, മോശം മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഇടത്തും അത് നടക്കും. നല്ലതും നടക്കും, മോശവും നടക്കും. 3-ൽ 1 ഭാഗം നശിച്ചു പോകും. നമ്മൾ ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ 3-ൽ 2 മെജോറിറ്റി, 1 നശിച്ചല്ലോ. ഇതാണ് നിയമം. ഇതിൽ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ 4 തലമുള്ള ജീവനുകളാണ്. 4 തലയാണ് നമുക്ക്. ഒരു നക്ഷത്രത്തിന് 4 തല, അതാണ് 4 പാദം വയ്ക്കുന്ന ബ്രഹ്മാവിന് 4 തലയുണ്ട്. ഈ 4 തലകളാണ്. ഒരു തല വെട്ടി, ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല വെട്ടി, അത് സർപ്പത്തിൻ്റെ തലയാണ്. വെട്ടി പരമശിവൻ വെട്ടിയെടുത്ത്. ഇപ്പോൾ വെട്ടിയെടുത്ത് അതുപോലെ പിള്ളേരല്ലേ, വിഘ്നേഷ് അയ്യപ്പൻ, അവരുടെ തലയിൽ വെട്ടി വേറെ ആനയുടെ തല വെച്ച് ഇങ്ങനെ വെട്ടുക, കുറുക്കുക, ഇതൊക്കെയാണ് ഇത്. അസ്ട്രോളജിക്കകത്ത് ഇതാണ് ബേസ്. ഒരു നമ്മൾ കൊണ്ടുപോവുകയാണ് എന്തിനാണ് ഇതൊക്കെ ദൈവം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത് സംഭവിക്കുന്നത്? പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാക്കണം. ശരിയാക്കുന്ന അവകാശമാണ് ഇവർ 9 പേർക്കുള്ളത്. 9 പേരും ദൈവമായിട്ട് അവർ വിളിക്കാണ്. ഞാനാണ് ദൈവം, ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയും. അവർ എൻ്റെ ആളല്ല, അവരെ കൊല്ലണം, അവരെ ഇതിനകത്ത് കയറ്റരുത്, ഇങ്ങനെയൊക്കെ ഈ ദൈവങ്ങൾ പറയും, മറ്റേ ദൈവങ്ങൾ പറയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് ഇത്. ഇത്ര കാലമായിട്ടും ഇങ്ങനെ പറയുന്ന ദൈവത്തെ ദൈവമായി സ്വീകരിക്കാൻ ആരും വരത്തില്ല. ഇപ്പോൾ ഇവരില്ലേ, സാഹിർ ഹുസൈനാ, ഒരു ആരിഫ് ഹുസൈനൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അവരിങ്ങനെ പറയുന്ന ദൈവം ഒരു ദൈവമാണോ? ദൈവം ഇങ്ങനെ കൊല്ലാൻ പറയുമോ? അങ്ങനെയൊക്കെ പറയത്തില്ലേ? ഇതുപോലെ മറ്റവരും ഇതുപോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. ആലോചിച്ച് നോക്ക്, അത് ശരിയാണ്. അവർ ഇങ്ങനെ ഒരു ദൈവം നമുക്ക് വേണോ? ദൈവമായിട്ട് നമ്മൾ സ്വീകരിക്കാൻ അത് പറ്റുമോ? ഇല്ല. അപ്പം അതിനെ കടന്നാണ് ദൈവം ഇരിക്കുന്നത്. ആ ചിന്ത വേണം. തെറ്റുണ്ടെങ്കിലേ ശരിയാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രോസസ്. അപ്പോൾ നമ്മൾ എല്ലാം സ്വീകരിക്കണം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാ പേരുടെയും ഓരോ കോൺസെപ്റ്റുണ്ട്. ഈ കോൺസെപ്റ്റ് നമ്മൾ ഗ്യാദർ ചെയ്ത് നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യാനാണ് നമ്മൾ പിറന്നിരിക്കുന്നത്. വേറെ ഒന്നും ഇവിടെ വന്നിട്ടും കൊണ്ടിട്ടും പോകത്തില്ല. അനുഭവങ്ങൾ, നമ്മളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ മാത്രം കൊണ്ടുപോകാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 3 വാസം പറയും ഇതിൽ: ഗർഭവാസം, കർമ്മവാസം, സ്വർഗവാസം. ഗർഭവാസത്തിൽ നമുക്ക് കൈകാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ജീവിക്കാൻ അവിടെ അറിയത്തില്ല. നമ്മൾ ജീവിക്കുകയോ ഇല്ല തന്നെ പോലും അറിയത്തില്ല. കർമ്മവാസം എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ്. നമ്മൾ ഓരോന്ന് പഠിച്ച് വന്ന് നമ്മൾ അത്തം കണ്ട താത്തായാവും. അത്തം കാണുമ്പോൾ താത്തായിട്ട് എവിടെയാ ജീവിക്കാൻ പോണേ? എനിക്ക് മനസ്സിലായി ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലായി. പക്ഷെ താത്തായായി, വയസ്സായി, ഇപ്പം ജീവിക്കാനില്ല. അപ്പോൾ ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നതാണ് സ്വർഗം. ഇത് 3ആയിട്ടാണ് നമുക്ക് പിരിച്ചത്. അതാ മോക്ഷം, രാശി, കർമ്മ, ഇതെല്ലാം ഇതൊക്കെ അതിനകത്ത് വച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ നമ്മുടെ റിസർച്ച് ഇത് കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ പറയാനുണ്ട്, ഇഷ്ടംപോലെ ഇതിനകത്ത് കഥകളുണ്ട്. അത് അറിയുവാണെങ്കിൽ നമ്മളറിയും. ദൈവമില്ലേ, ഈ 7 ഒളികൾ, ഈ ഒളിന്ന ഈ വെളിച്ചം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് വിഭജിക്കാറില്ലേ, ഈ ഇതിലാണ് വരുന്നത്, പ്രപഞ്ചത്തിൽ ഇരിക്കുന്നതാണ്. അത് മാറ്റാനേ പറ്റത്തില്ല. ഇതെടുത്ത് അവിടെ വയ്ക്കാനോ അതെടുത്ത് ഇവിടെ പറ്റത്തില്ല. എങ്ങനെ നോക്കിയാലും അത് അവിടെ തന്നെ വരും. ഇതും മാറ്റാൻ പറ്റത്തില്ല.